വെൽക്കം ടു സെക്കൻഡറി കേരള. ഇന്നിവിടെ പരിചയപ്പെടുത്തുന്ന വാഹനം ഹ്യുണ്ടായുടെ i10 ആണ്. മാഗ്ന വേരിയൻറ്റ് 1.2 ലിറ്റർ 4 സിലിണ്ടർ പെട്രോൾ എഞ്ചിനാണ് ഈ വാഹനത്തിൽ വരുന്നത്. 2011 മോഡലും 12 രജിസ്ട്രേഷനുമാണ് വരുന്നത്. സിംഗിൾ ഓണർഷിപ്പിലുള്ള ഈ കാർ ആകെ ഓടിയിരിക്കുന്നത് 28,000 കിലോമീറ്റർ. കമ്പനി സർവീസിൽ തന്നെ ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നു. പുതിയ ഫുൾ കവർ ഇൻഷുറൻസ് ആണ് ഈ കാറിന് വന്നിരിക്കുന്നത്. ഇൻഷുറൻസ് വാലിഡിറ്റി വരുന്നത് 2021 ജൂൺ വരെയാണ്. IDV വാല്യൂ 2,25,000 രൂപ. ടയർ കണ്ടീഷനിലേക്ക് വരുമ്പോൾ 4 പുതിയ ടയറുകൾ തന്നെയാണ് നിലവിലുള്ളത്. ഏകദേശം 90-95% ആക്സിഡൻറ്റ് ഹിസ്റ്ററിയും റീപ്ലേസ്മെൻറ്റും ഒന്നും തന്നെ വന്നിട്ടില്ല. കൂടാതെ ഫ്ലഡ് എഫക്റ്ററുമല്ല. എക്സ്റ്റീരിയർ ബോഡി ക്വാളിറ്റിയിലേക്ക് വരുമ്പോൾ ഈ 2012 മോഡലിനെ സംബന്ധിച്ചിടത്തോളം ഏകദേശം 8 വർഷത്തോളം പഴക്കമുള്ള ഈ വാഹനം അത്യാവശ്യം നല്ല കണ്ടീഷനിൽ തന്നെയാണ് ഇപ്പോഴും ഉള്ളത്. ഇന്ത്യയിലേക്ക് വരുമ്പോൾ ഇത്രയും പഴക്കമുള്ളൊരു വാഹനത്തിനെ സംബന്ധിച്ചിടത്തോളം നല്ല രീതിയിൽ തന്നെയാണ് ഇൻറ്റീരിയേഴ്സ് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്. ഈ കാറിൻ്റെ സ്പെക്കിലേക്ക് നമ്മൾ വരുമ്പോൾ ഇതിൽ വരുന്നത് പവർ സ്റ്റിയറിംഗ്, 4 ഡോർ പവർ വിൻഡോസ്, AC സെൻട്രൽ ലോക്കുമാണ്. കൂടാതെ ഈ വേരിയൻറ്റിൽ ഇലക്ട്രോണിക് അഡ്ജസ്റ്റബിൾ മിറേഴ്സ് വന്നിട്ടുണ്ട്. വളരെ ലോ കിലോമീറ്റർ വെഹിക്കിളായതിനാൽ ആ ഒരു ഇൻറ്റീരിയർ ഫിനിഷ് തന്നെ നമുക്ക് ഈ വെഹിക്കിളിൽ കാണാൻ സാധിക്കും. ഫ്രണ്ട് ഡോർ പാഡുകളിലാണ് സ്പീക്കേഴ്സ് വന്നിരിക്കുന്നത്. ഡോർ പാഡുകളിലും ഡാഷ്ബോർഡിലും അഴുക്കോ കാര്യങ്ങളോ ഒന്നും തന്നെയില്ല. മ്യൂസിക് സിസ്റ്റം വന്നിരിക്കുന്നത് പയനീറിൻ്റെയാണ്. കമ്പനി ഫാബ്രിക് സീറ്റുകൾ തന്നെയാണ് ഇപ്പോഴും ഉള്ളത്. ബൂട്ട് സ്പേസ് വരുന്നത് 225 ലിറ്റർ. സ്റ്റെപ്പിന് നോക്കുമ്പോൾ ഒരു ആവറേജ് സ്റ്റെപ്പിനാണ് വന്നിരിക്കുന്നത്. .2 ലിറ്റർ 4 സിലിണ്ടർ പെട്രോൾ എഞ്ചിനാണ് ഈ കാറിൽ വരുന്നത്. മാക്സിമം പവർ വരുന്നത് 78.9 bhp 6000 RPM. മാക്സിമം ടോർക്ക് വരുന്നത് 111 Nm 4000 RPM. ബാറ്ററി കണ്ടീഷനിലേക്ക് വരുമ്പോൾ ബാറ്ററി പുതിയതല്ലെങ്കിലും നല്ല കണ്ടീഷനിൽ തന്നെയാണ്. 2017 ബാറ്ററിയാണ് വന്നിരിക്കുന്നത്. ഈ വാഹനത്തിൻ്റെ മൈലേജിലേക്ക് വരുമ്പോൾ ഏകദേശം 16 മുതൽ 18 വരെയാണ് ഈ വാഹനത്തിന് മൈലേജ് പറയുന്നത്. ടയറുകൾ 4 പുതിയ ടയറുകളാണ്. ഏകദേശം 95% ടയറുകളുണ്ട്. ഈ വാഹനത്തിൻ്റെ വിലയും മറ്റു കാര്യങ്ങളും സംസാരിക്കുന്നതിനായി താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക.